സന്യാസിമാരുടെ പ്രശ്നങ്ങളാണ് മൊത്തം. ഈ അടുത്ത കാലത്ത് സാറിൻ്റെ പേര് വീണ്ടും വലിച്ചഴിക്കപ്പെട്ടു. ഇതൊക്കെ എങ്ങനെയാണ് സാർ? ഇതേ വലിയൊരു റാക്കറ്റ് എൻ്റെ പുറകെയുണ്ട്. എന്നെ നശിപ്പിക്കാനും എൻ്റെ സമുദായത്തെ പ്രവർത്തനത്തിൽ എന്നെ ഒറ്റപ്പെടുത്തുവാനുമായിട്ട് ആരോ കോൺട്രാക്റ്റ് കൊടുത്തിട്ട് ആരും ഇത് ഏറ്റെടുത്ത് മീഡിയയിലൂടെ മാനേജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ്. അതല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് എൻ്റെ പേര് പറയാൻ എന്ത് കാര്യം? ഒരു കാര്യമില്ലാത്തൊരു കാര്യത്തിന് ഇങ്ങനൊരു സ്വാമി ആസാമിയായി അവിടെ ഇരിക്കെ അവിടെ ചെന്ന് എന്നെ ഒരു കുപ്പി കണ്ട് അത് ഞാൻ കുടിച്ചത് അത് ബിയറിൻ്റെതായിരുന്നു. സകല ആളുകൾക്കും അറിയാം. ഞാൻ ഇഷ്ടം പോലെ കുടിക്കും, അതൊരു സത്യമാണ്. പക്ഷെ മിനറൽ വാട്ടറാണ് കുടിക്കുന്നത്. ഇപ്പോഴത്തെ വെള്ളത്തെ കൂടുതൽ വിശ്വസിക്കാൻ ഇല്ലാത്തത് കണ്ടോ ഞാൻ ഇഷ്ടം പോലെ കുടിക്കുന്നത് എല്ലാം നല്ല ബോട്ടിൽ ചെയ്ത ബോട്ടിൽ വാട്ടർ. അപ്പോൾ ഇതിനൊന്നും ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് ഞാൻ അകത്ത് കയറ്റുക. അല്ലെങ്കിൽ ഈ പാവം പിടിച്ചൊരു സമുദായ പ്രവർത്തകന് ഇതിനകത്ത് ഒരു റോളും ഇല്ലാത്ത തന്നെ ഒരു റോളൊക്കെ കയറ്റിയിരിക്കണകത്ത്. അത് പർപ്പസായിട്ട് കയറ്റിയതാണെന്ന് പറയാം. ഏത് കുഞ്ഞിന് കണ്ടാലും മനസ്സിലാകും. ഈ സൈസ് തറപ്പണി ഇപ്പം തുടങ്ങിയതല്ല. നിങ്ങൾ കുറച്ച് നാളിന് മുമ്പ് കണ്ടു കാണുമല്ല, ശബരിമലയിലൊരു തന്ത്രി കണ്ടൊരു കുണ്ടര ഏതാണ്ടൊരു തന്ത്രി, അയാൾ ഏതാണ്ട് തോന്നിയാസം കാണിച്ചതിനും അവിടെ വെള്ളാപ്പള്ളി ടച്ച് എന്നും പറഞ്ഞൊരു മീഡിയ അത് നാളെ കാണിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ എന്നും ചില ചാനലുകൾ കണ്ണ് തുറക്കുന്നത് എൻ്റെ നേരെയാണ്. ഒരു ഭാഗ്യമല്ലേ? ഭാഗ്യമല്ല, നിർഭാഗ്യം. എനിക്ക് ഭാര്യയും മക്കളും ഇല്ലേ, കൊച്ചുമക്കളും ഇല്ലേ. ഞാൻ കള്ളുകൂടിയനും പിന്നെ കണ്ടവരുടെ പുറകെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കാന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. എൻ്റെ ചോര കുടിക്കാൻ കുറേ ആളുകൾക്ക് വലിയ താല്പര്യമാണ്. ഭീകരമായ പ്രവർത്തനങ്ങളോട് ചെയ്യുമ്പോൾ അതിനെയൊന്നും ഒരു ക്യാമറ കണ്ണുകളോ പത്രങ്ങളോ കാണുന്നില്ല. അവിടെ എല്ലാം നേരത്തെ അറിയുമെന്ന് പറഞ്ഞ ആളുകൾ പോലും നേരെ ഒരിക്കലും പറയാറില്ല. അത് ജനമധ്യത്തിൽ കാണിക്കാറില്ല. അതിനുള്ള ആർജവം കാണിക്കണം. കുമാരനാശാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജനറൽ സെക്രട്ടറിയായി തുടരെ ഭരിക്കുവാനുള്ള മഹാഭാഗ്യം ഈയുള്ളവന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എന്നെപ്പറ്റി അഴീക്കോടൻ ഉൾപ്പെടെയുള്ള എത്രയോ കോടന്മാർ എനിക്കെതിരെ ചീത്ത പറഞ്ഞ് ഈ ചീത്തയൊന്നും ഈ രോമത്തെ പോലും ഏശിയില്ല കുഞ്ഞെ. ഞാൻ അപ്പോഴും വിനീത വിധേയനായി ഈ ജനഹൃദയങ്ങളിലാണ് ഞാൻ ജീവിച്ചത്. ഈ തിരക്കിലും ഈ ബിസിനസ് എങ്ങനെയായിരുന്നു വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വ്യവസായം ഭംഗിയായി ഇപ്പോൾ എല്ലാം പൂട്ടി കുഞ്ഞെ. ആണോ? ആ കണ്ടില്ല, മിഷറി എല്ലാം കിടക്കുന്നത്. ഹോട്ടലൊക്കെ അതൊക്കെ ഒരു വ്യവസായമാണ്. അതൊക്കെ ഹോട്ടൽ 5 ഹോട്ടലുണ്ട്. അതങ്ങനെ മാനേജരും ഡെപ്യൂട്ടി മാനേജരും അവരൊക്കെ അല്പസ്വല്പമൊക്കെ അത്യാവശ്യമൊക്കെ അവർക്ക് ഉള്ളതൊക്കെ എടുത്തതിൻ്റെ ബാക്കി എനിക്ക് തരും. അത് വളരെ ഹാപ്പി. അത് നന്നാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. NSS ആയിട്ട് അകലാനുള്ള കാരണം പണിക്കരി ചേട്ടൻ പാവാണപ്പാ. പണിക്കരി ചേട്ടൻ ശുദ്ധനും മാന്യനും മര്യാദക്കാരനുമാണ് എല്ലാ അർത്ഥത്തിലും. പക്ഷെ അവിടെ ഒരു ശങ്കുനിയും ജിപ്പുണ്ട്. ആ ശങ്കുനി ഉള്ളിടത്തോളം കാലം NSS ഗുണം പിടിക്കുകയില്ല. അപ്പോൾ വായെടുത്ത കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകളാണ് അവിടെ. വേറൊന്നും ചെയ്യാൻ അവർക്ക് ഒക്കെയല്ല. വായെടുത്ത കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഇനിയൊരു കേസ് കൊടുത്ത് വക്കീലിന് കാശ് കൊടുക്കേണ്ട കാര്യം, ആ NSSൻ്റെ കാശ് കളയേണ്ട കാര്യം ഉണ്ടോ? കേസ് കൊടുത്താൽ എനിക്കൊരു പുല്ലും വരാനില്ല. പക്ഷേ സമുദായത്തിൻ്റെ കാശാണ് ഒരു കളയണമെന്നുള്ളൊരു ഓർമ്മയില്ല. നായാടി തൊട്ട് ഇവിടുത്തെ ബ്രാഹ്മണർ വരെയുള്ള സമുദായങ്ങളുടെ കൂട്ടായ്മ, ഹിന്ദുക്കളുടെ കൂട്ടായ്മ കേരളത്തിൽ അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഈ മന്ത്രിസഭയിൽ ഇഷ്ടമുള്ള മന്ത്രിമാരായിരിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടം സുധാകരൻ സാധനം. കാരണം എന്ന് വെച്ചാൽ ഉള്ളത് പോലെ പറയും. മുഖം നോക്കില്ല. പാർട്ടിക്കാരുടെ അങ്ങനെ തന്നെ ഉള്ളു. സാധാരണക്കാരൻ്റെ ഭാഷയിൽ അദ്ദേഹം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സുധാകരൻ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ പോലും ഒരു കറപ്ഷൻ ഇല്ലാത്ത സംശുദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആരും പറയാറില്ല.